ഹേ ഗൈസ്, സാംസങ് ഗാലക്സി S21 FEയിൽ ഇന്നലെ രാത്രി ഫെബ്രുവരിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈസ് നോക്കാന്ന് വെച്ചാൽ 266.40 MB ആണ്. പിന്നെ ഇവിടെ സാധാരണ എഴുതണ മാതിരി ദ സെക്യൂരിറ്റി ഓഫ് യുവർ ഡിവൈസ് ഹാസ് ബീൻ ഇംപ്രൂവ്. ദ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ക്യാൻ ഇൻക്ലൂഡ് ബട്ട് ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു ഡിവൈസ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ്മെൻറ്റ്, ബഗ് ഫിക്സസ്, ന്യൂവർ എൻഹാൻഡ് ഫീച്ചേഴ്സ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി കുറച്ച് വൈകിട്ടാണ് ഞാൻ ഇറങ്ങിയത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഗീഗ്ബെൻച്ച് സ്കോറും CPU ത്രോട്ടിംഗ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ റിസൾട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അപ്ഡേറ്റൊക്കെ ചെയ്തു, പിന്നെ ഡൗൺലോഡൊക്കെ ചെയ്തു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഫോൺ റീബൂട്ടായപ്പോൾ പിന്നെ കാണിക്കുന്നത് അപ്ഡേഷൻ ഫെയിൽഡ്. പിന്നെ ഒന്നുകൂടി പോയിട്ട് ഞാൻ സിസ്റ്റം അപ്ഡേറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിയായി. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, സേഫായി കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ സ്മാർട്ട് സ്വിച്ച് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിലാണ് ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു പ്രോബ്ലമും ഇല്ലാതെ അപ്ഡേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റും ആൻഡ് ഗീഗ്ബെൻച്ച് സ്കോറിനെ പറ്റി നോക്കാം. അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ എനിക്ക് സിംഗിൾ കോർ സ്കോർ 988 ആണ് കിട്ടിയത്, മൾട്ടി കോർ സ്കോർ 3150. അതേ സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിംഗിൾ കോർ സ്കോർ 734 ആൻഡ് മൾട്ടി കോർ സ്കോർ 2262 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അക്കോർഡിംഗ് ടു ഗീഗ്ബെൻച്ച് നമ്മുടെ പെർഫോമൻസിൽ ചെറുതായിട്ടൊന്ന് കുറവ് വന്നിട്ടുണ്ട്. എന്തായാലും റിയൽ ലൈഫ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ പെർഫോമൻസിൽ വല്ലതും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക ഇതിൻ്റെ പെർഫോമൻസ് കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്. CPU ത്രോട്ടിംഗ് ടെസ്റ്റിനെ പറ്റി നോക്കാന്ന് വെച്ചാൽ ഇവിടെ CPU ത്രോട്ടൽ ടു 95% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഇവിടെ മാക്സിമം സ്കോറും ആവറേജ് സ്കോറും മിനിമം സ്കോറും നമുക്ക് കാണാം. അതേമാതിരി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ CPU ത്രോട്ടൽ ടു 95% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. 30 minutes ആണ് ഞാൻ ഈ CPU ത്രോട്ടലിംഗ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ ആണ് മാക്സിമം സ്കോറും ആവറേജ് സ്കോറും മിനിമം സ്കോറാണ് അധികം കാണാൻ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് പറ്റിയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഇവിടെ ഞാൻ റെഡിറ്റിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ S21 FEയുടെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ കുറേ S21 FE യൂസേഴ്സ് അപ്ഗ്രേഡ് ചെയ്യാണ് അവരുടെ ഫോണിൽ. ബിക്കോസ് ഹീറ്റിംഗ് ഇഷ്യൂ നന്നായി കാണാൻ കിട്ടുന്നുണ്ട്, ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷേ ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളൊരു S21 FEന് നിങ്ങൾ ഒരു ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഇൻഡിപെൻഡൻസ് ഡേയോ അല്ലെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സ് വരയ്ക്കും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ S24 FEയുടെ പ്രൈസ് 30,000 ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 30,000 കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് S21 FE എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ ഫോൺ മേടിക്കാം. അപ്പോൾ ആ ഫോൺ മേടിക്കുമ്പോൾ ഒരു 20,000 കിട്ടും. അപ്പോൾ ആ ഫോണ് കൺസിഡർ ചെയ്യാം. S24 FE ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് നോക്കിയൊരു ഫോണാണ്. അത്ര ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും കാണാൻ കിട്ടാറില്ല S23 FEയുടെ മാതിരി. അതേമാതിരി ബാറ്ററി ഡ്രെയിനിങ് അധികം എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഫോണാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ക്യാമറ ക്വാളിറ്റി നമുക്ക് S23യുടെ അത്ര ക്യാമറ ക്വാളിറ്റി കിട്ടുന്നുണ്ട് S24 FEയിൽ. അപ്പോൾ എന്തായാലും നല്ലൊരു ഫോണാണ്. അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ ആലോചിക്കുകയാണെന്ന് വെച്ചാൽ S24 FEയിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിലോ ഇല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ സെയിലൊക്കെ നമുക്ക് നല്ല ഓഫറിൽ S24 FE കിട്ടും. ഇനിയിപ്പോൾ ക്യാമറ ക്വാളിറ്റീനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. അപ്ഡേറ്റ് ചെയ്ത ശേഷം നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിൽ തന്നെയാണ് ഫോട്ടോ എടുത്തത്. ഇപ്പോൾ നിങ്ങൾ വെൽ ലൈറ്റ് കണ്ടീഷൻസിൽ S21 FEയിൽ ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ പറയാം, ഏതും ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി. പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസിലാണ് സ്ട്രഗിൾ ചെയ്യണത്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് കാണിച്ചു തന്നിട്ടില്ലേ, അതൊക്കെ ടെലിഫോട്ടോ 3x ടെലിഫോട്ടോ പോർട്രേറ്റ് മോഡിൽ എടുത്ത ഫോട്ടോസാണ്. പിന്നെ കുറച്ച് വൈഡ് ആംഗിളിലും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സെൽഫി ഫോട്ടോ എടുത്തിട്ടുണ്ട്, പിന്നെ നോർമൽ 1x ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, വെൽ ലൈറ്റ് കണ്ടീഷൻസിൽ ഇപ്പോൾ നല്ല ഫോട്ടോസാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഫുൾ റിവ്യൂ ഇടുമ്പോൾ ഞാൻ ലോ ലൈറ്റ് കണ്ടീഷൻസിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പറയാം ഇപ്പോൾ ഇങ്ങനെയുണ്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി.
ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യുക, ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ S23യുടെ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമല്ലോ, ഇപ്പോൾ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ S21FEയുടെ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.